ഹരേ രാമ ഹരേ കൃഷ്ണ. നമ്മുടെ വീട്ടിലെ തുളസിച്ചെടി ഉണങ്ങുന്നുണ്ടോ? നമ്മുടെ വീട്ടുമുറ്റത്ത് ഒട്ടുമിക്ക ആളുകളും നട്ടുവളർത്തുന്ന ഒന്നാണ് തുളസിച്ചെടി. ഹൈന്ദവ ഭവനങ്ങളിൽ മിക്കവാറും നിർബന്ധമായുള്ളതും പുണ്യസസ്യമായി നാം പൂജയ്ക്ക് ഉപയോഗിക്കുന്നതുമായ ചെടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ മിക്ക ഹൈന്ദവ ഭവനങ്ങളിലും തുളസിത്തറയും ഉണ്ടായിരിക്കും. പുണ്യസസ്യം എന്നതിനേക്കാൾ ഉപരിയായി ധാരാളം ഔഷധ ഗുണങ്ങളും തുളസിക്കുണ്ട്. നല്ലതുപോലെ പരിപാലിച്ചിട്ടും തുളസിച്ചെടി ഉണങ്ങിപ്പോകുന്നത് പല വീടുകളിലെയും ഒരു പ്രശ്നമാണ്. ഇത് പലർക്കും വിഷമം ഉണ്ടാക്കാറുണ്ട്. തുളസിച്ചെടി ഉണങ്ങുന്നത് വീടുകളിൽ ദോഷവും ഐശ്വര്യക്കേടും വരുന്നതിൻ്റെ സൂചനയാണെന്നാണ് വേദങ്ങളിൽ പറയുന്നത്. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ഒരു തുളസിയില മാത്രമേ പറിച്ചെടുക്കാൻ പാടുള്ളൂ എന്നാണ് വേദങ്ങളിൽ പറയുന്നത്. അതുപോലെ കൈകൊണ്ട് നഖം തൊടാതെ മാത്രമേ തുളസി ഇലകൾ പറിച്ചെടുക്കാവൂ എന്നും അല്ലാത്തത് ദോഷമാണെന്നും പറയുന്നു. വൈകിട്ട് 4 മണിക്ക് ശേഷം തുളസി ഇലകൾ പറിച്ചെടുക്കരുതെന്ന് വേദങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിലും ദ്വാദശി ദിവസങ്ങളിലും തുളസി ഇല പറിക്കാൻ പാടില്ല. അതുപോലെ തുളസി ഇല പറിക്കുന്നതിനായി വലതുകൈ മാത്രമേ ഉപയോഗിക്കാൻ പാടൂ എന്നും വേദങ്ങളിൽ പറയുന്നു. പുലവാലായ്മ ഉള്ളപ്പോഴും മറ്റു ശുദ്ധി ഉള്ളപ്പോഴും തുളസി പറിക്കുന്നതോ തൊട്ട് അശുദ്ധമാക്കുന്നതോ മഹാപാപമായി പറയുന്നു. ഉണങ്ങിയ തുളസി വൃത്തിയുള്ള ഒഴുക്കുള്ള വെള്ളത്തിലായിരിക്കണം ഒഴുക്കി വിടേണ്ടത്. സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് തുളസി എന്നാണ് വിശ്വാസം. ഇതുകൊണ്ട് തന്നെ തുളസിയോട് അനാദരവ് കാണിക്കാൻ പാടില്ല. തുളസിച്ചെടി വീട്ടിലുള്ളിടത്തോളം കാലം അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഗുണം നൽകുമെന്നും യമദേവൻ അങ്ങോട്ട് കടക്കില്ല എന്നുമൊക്കെയാണ് വിശ്വാസം. തുളസി വേണ്ട വിധത്തിൽ പരിചരണം നൽകിയിട്ടും നശിച്ചു പോകുന്നുവെങ്കിൽ ഇത് വീട്ടിലുണ്ടാകാൻ ഇടയാകുന്ന കഷ്ടനഷ്ടങ്ങളെയും മരണത്തെയും കുറിച്ച് സൂചിപ്പിക്കുന്നു. ദോഷങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തുളസീദേവി വീട് വിട്ടു പോകുന്നുവെന്നാണ് സൂചന. എന്നാൽ പരിചരണമില്ലെങ്കിലും നല്ല രീതിയിൽ തുളസി വളരുകയാണെങ്കിൽ ഇത് സന്തോഷവും ഐശ്വര്യവും വീട്ടിൽ നിറയുന്നു എന്നുമാണ് സൂചന നൽകുന്നത്. തുളസിയുടെ ഇലയുടെ നിറം പെട്ടെന്ന് മാറുകയാണെങ്കിൽ ഇത് വീട്ടിൽ ആരെങ്കിലും ആഭിചാര ക്രിയയിലൂടെ സ്വാധീനം നേടാൻ ശ്രമിക്കുന്നുവെന്നതിൻ്റെ സൂചന നൽകുന്നു. തുളസിച്ചെടി ഉണങ്ങുകയെങ്കിൽ ഇത് വീട്ടിലെ ഗൃഹനാഥനോ നാഥയ്ക്കോ രോഗം വരാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടുന്നു. തുളസിക്കൊപ്പം തന്നെ വേറെ തുളസി അവിടെ തന്നെ മുളച്ചു വരുന്നത് പ്രവൃത്തി മേഖലയിൽ ഉയർച്ച കാണിക്കുന്നതാണ്. തുളസി നശിച്ചാലോ ഉണങ്ങിയാലോ വേറെ തുളസി വെച്ചു വളർത്തുക. തുളസി നന്നായി വളരുന്ന വീട്ടിൽ ഭഗവാൻ വിഷ്ണു വസിക്കുന്നു എന്നാണ് വിശ്വാസം. നന്നായി തഴച്ചു വളരുന്ന തുളസി ലക്ഷ്മി നാരായണ സാന്നിധ്യമാണ് പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.